പൊള്ളാച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാൾപ്പാറ മലക്കപ്പാറ വഴി ഇടമലയാർ വാഴച്ചാൽ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഒരു റൈഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇത്ര സമയമായിട്ട് കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് 4 മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. 6 മണിയാണ് ഞങ്ങളുടെ ടൈം, ഇവിടെ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തേണ്ട ടൈം. പക്ഷെ ഇപ്പോൾ തന്നെ സമയം 6 മണിയായി. ശരിക്കും പറഞ്ഞാൽ വന്യവും നിഗൂഢവുമായ ഒരു വനത്തിനുള്ളിലൂടെയാണ് ഇത്ര സമയം ഞങ്ങൾ റൈഡ് ചെയ്ത് വന്നത്. ഒരുവിധം സേഫായി തന്നെയാണ് ഞങ്ങളെല്ലാവരും റൈഡിങ് പൂർത്തിയാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു 10-12 കിലോമീറ്ററും കൂടി മാത്രമേ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കുള്ളൂ. ആദ്യത്തെ 20 കിലോമീറ്റർ ശരിക്കും ഒരു കൊടും വനത്തിലൂടെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ലോവർ ഷോളയാർ ഡാം കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം മനുഷ്യ സഹവാസമുള്ള മനുഷ്യ സാമീപ്യമുള്ള ഏരിയ ആയിരുന്നു ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത്. 1-2 ട്രൈബൽ കോളനിയൊക്കെ ഉണ്ടായിരുന്നു. റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ റോഡ് വീതി കുറഞ്ഞ റോഡാണെങ്കിലും നല്ല വൃത്തിയുള്ള പുതുതായി പണി കഴിപ്പിച്ച ഒരു റോഡാണ്. റോഡിൻ്റെ പണി അവിടെയൊക്കെ കഴിഞ്ഞില്ല, അവിടെയൊക്കെ ബാക്കി നടക്കുന്നതേ ഉള്ളൂ. റോഡ് സൈഡിനൊക്കെ അതിനുള്ള സാധനങ്ങളും മെറ്റലൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. KSRTCയുടെ ഒരു സ്ഥിരം റൂട്ടാണ് ഇത്. വീതി കുറഞ്ഞ ഒറ്റ വരി പാതയാണെങ്കിലും ഇതിലൂടെ ഇത്ര മതി എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം, ഈ കാട്ടിലൂടെ ഒരുപാട് വാഹനങ്ങളൊന്നും പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ കാലാവസ്ഥയും പൊതുവെ നല്ല അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. ഇളം തണുപ്പുള്ള വേനലാണെങ്കിലും ഇളം തണുപ്പുള്ള ഒരു കാറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആനക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ ആനക്കയം ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ആനക്കയം നാരോ ബ്രിഡ്ജ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലുണ്ട്. ഈ കാണുന്നതാണ് ആനക്കയം നാരോ ബ്രിഡ്ജ്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെയുണ്ട്. ഈ വെള്ളമൊക്കെ പോകുന്നത് പിന്നെ പെരിങ്ങൽകൂത്ത് റിസർവോയറിലേക്കാണ്. ഒരു എലിഫന്റ് സോൺ കൂടിയാണിത്. ബോർഡ് കാണാം. അതുപോലെ നിറയെ ആനപ്പിണ്ടങ്ങളും കാണാം റോഡ് സൈഡിലൊക്കെ. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്കാണ് പെരിങ്ങൽകൂത്ത് റിസർവോയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പോകുന്ന റോഡിൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് പെരിങ്ങൽകൂത്ത് റിസർവോയർ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പെരിങ്ങൽകൂത്ത് റിസർവോയർ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാൽ ഒരുവിധം റിസർവോയറിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്നതാണ്. സമയമുള്ളവരൊക്കെ അവിടെ ഇറങ്ങി വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഷോളയാർ ഡാമും പെരിങ്ങൽകൂത്ത് ഡാമും ചാലക്കുടി പുഴയിലാണുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ചാലക്കുടി പുഴയിലാണ്. ഇപ്രാവശ്യം ഏതായാലും ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ നിർത്തുന്നില്ല, കാരണം ഒരുപാട് ലേറ്റായി ഇപ്പോൾ തന്നെ.
ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ മുന്നിലും പിറകിലൊക്കെ ആയിട്ടാണ് ഉള്ളത്. എല്ലാവരോടും വാഴച്ചാൽ ബ്രിഡ്ജിൻ്റെ അവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാനാണ് തീരുമാനം. ഒരു ടീം ലീഡർ ഉണ്ടായിരുന്നു, പുള്ളിയെ കണ്ടത് ലാസ്റ്റ് ആനയെ കാണാൻ നിർത്തിയപ്പോഴാണ് പുള്ളിയെയും കണ്ടത്. അതിനുശേഷം പുള്ളിയെ കണ്ടിട്ടേ ഇല്ല. ഏതായാലും വാഴച്ചാൽ ബ്രിഡ്ജിൻ്റെ അവിടെ എല്ലാവരും നിർത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവിടുന്ന് പിന്നെ മുന്നോട്ടേക്ക് ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്ര സമയം ഞങ്ങൾ റൈഡ് ചെയ്ത് വന്നത് കാര്യമായി വഴിതെറ്റാനൊന്നുമില്ലാത്ത ഒരു കാര്യമായ ഡീവിയേഷനൊന്നും ഇല്ലാത്ത ഒരു വഴിയിലൂടെയായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് വാഴച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല, ധാരാളം സർക്കിളുകളും ഡീവിയേഷനൊക്കെ ഉള്ള വഴിയാണ്. അപ്പോൾ ഒരുമിച്ച് റൈഡ് ചെയ്തില്ലെങ്കിൽ വഴിതെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കൊല്ലത്തിരുമേട് എന്ന പേരുള്ളൊരു സ്ഥലമാണിത്. കൊല്ലത്തിരുമേട് ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട്. ഈ വലതുഭാഗത്ത് കാണുന്ന ചോലമരങ്ങൾക്കപ്പുറം പെരിങ്ങൽക്കുത്ത് റിസർവറാണ്. ഈ കാണുന്ന ചോലവനത്തിനപ്പുറം ഒരു ആനക്കൂട്ടം മെയ്യുന്നുണ്ടെന്ന് ഒരു ബൈക്കിൽ പോയ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിവിടെ ഒരു കുറേ ബൈക്കുകാർ നിർത്തിയിട്ട് അവിടെ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ ആനകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. ഞങ്ങളേതായാലും നിർത്തുന്നില്ല. ഇത് ആനകൾ സ്വതന്ത്രമായി മെയ്യട്ടെ, ഇത് അവരുടെ നാടല്ലേ. അവരുടെ കാഴ്ചകളിലേക്കും സ്വകാര്യതയിലേക്കും ഞങ്ങൾ തൽക്കാലം എത്തി നോക്കുന്നില്ല. ആനയുടെ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് തോന്നുന്നു. റോഡ് നിറയെ ആനപ്പിണ്ടങ്ങൾ പറ്റിപ്പിടിച്ചതിൻ്റെ പാടാണ്. അധികം പഴക്കമില്ലാത്ത ആനപ്പിണ്ടങ്ങളും കാണാം. പക്ഷെ ഏതായാലും ആവി പറക്കുന്ന ആനപ്പിണ്ടോന്ന് ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സന്ധ്യയോടാവുന്നതോടെ കാടിൻ്റെ ഭംഗി വല്ലാതെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വന്യതയും കൂടിയിട്ടുണ്ട്. ചെറുതായി പേടിപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട്. കിളികളും പക്ഷികളും ഒക്കെ ചേക്കേറാനുള്ള കലവില കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കാട് ആകെ ഒന്ന് ഉലയുമ്പോൾ ഒരു ഫീലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത്.
ഞങ്ങൾ കഴിഞ്ഞ 2-2.5 മണിക്കൂറായി റൈഡ് ചെയ്ത് വന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരവും നിഗൂഢവുമായ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ്. ഇതുവഴി വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇവിടെ പങ്കുവച്ചത്. പഴച്ചാൽ ബ്രിഡ്ജിൽ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ജോയിൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തൃശ്ശൂർ വഴി നാട് പിടിക്കേണ്ട ഒരു പ്ലാനാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ തൽക്കാലം ഈ ഫോറസ്റ്റ് റൈഡിൻ്റെ വീഡിയോസ് ഇവിടെ നിർത്തുകയാണ്. മെയ് മാസം ഫസ്റ്റ് വീക്ക് ഞങ്ങളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത വീഡിയോ ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഗോവ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. തൽക്കാലം ഗോവ ട്രിപ്പിൻ്റെ കാഴ്ചകൾ കാണാൻ എല്ലാവരും കൂടെ ഉണ്ടാവണം. തൽക്കാലം കാടിൻ്റെ കാഴ്ചകളോടും കാടിനോടും ബൈ ബൈ പറയുകയാണ്. കിളികൾ പലതുണ്ടേ പോയോ ഇതാടെ ഇതാ എവിടെയുണ്ടോ കാണില്ല കാടിൻ്റെ ഇടയിലാണ് വാല് കാണുന്നു. അവിടെ ആന അവരെല്ലാം അവിടെ ചവിട്ടി 2-3 ഉണ്ട്. പിന്നെ ഈ ഇറക്കത്തിലാണ് കാണുന്ന വെച്ചാൽ അതിൻ്റെ വാല് എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്തൊന്നും കാണുന്നില്ല. തിരിച്ച്